ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നവംബർ 1 തിരുസഭ സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ലോകത്തിലുള്ള സകല വിശുദ്ധരെക്കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും മനസ്സിൽ വന്നു നിറയുന്ന ഒരു പൊൻസുദിനമാണിത്. അതോടൊപ്പം നമ്മളെല്ലാം വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുകയുമാണ്. ഈ പുണ്യദിനത്തിൽ ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് നേരുന്നു. സകല വിശുദ്ധരുടെയും ഈ തിരുനാൾ ദിനത്തിൽ ദൈവത്തിന് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുകയാണ്. അതോടൊപ്പം തന്നെ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ വിശുദ്ധിയെക്കുറിച്ചുള്ള പുത്തൻ കാഴ്ചപ്പാടുകൾ നമ്മുടെ മനസ്സിൽ വന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിന് സഹായമാകുന്ന രീതിയിൽ ഒരു സുവിശേഷ ഭാഗം നമ്മളിപ്പോൾ ശ്രവിക്കാൻ പോവുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടു പോയാൽ ഉപ്പിനെങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരെ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിലെ ഈ വാക്യങ്ങൾ നമുക്കേവർക്കും ഹൃദിസ്ഥമാണ്. ഈശോയുടെ മലയിലെ പ്രസംഗം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പഴയ നിയമത്തിലെ മോശയെപ്പോലെ ഈശോ മലമുകളിലേക്ക് കയറി തൻ്റെ അടുത്ത് നിൽക്കുന്ന ജനത്തെ പഠിപ്പിക്കുന്ന ഒരു രംഗമാണ് സുവിശേഷകൻ ഇതിലൂടെ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നത്. മോശയെപ്പോലെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ജനത്തെ പഠിപ്പിക്കുന്ന ഒരു പുതിയ നിയമത്തിലെ പ്രവാചകനായി ഈശോയെ മത്തായി ശ്ലീഹ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈശോയുടെ വാക്കുകളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ വന്ന് പതിയുകയാണ്. ഇന്ന് സകല വിശുദ്ധരുടെയും തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രസക്തിയുണ്ട്. എന്തുകൊണ്ടാണ് സകല വിശുദ്ധരുടെയും തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്? ഒരാണ്ടുവട്ടത്തിലെ എല്ലാ ദിവസവും അനുസ്മരിക്കാൻ പാകത്തിന് സഭയിൽ വിശുദ്ധരെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി സഭ നിശ്ചയിച്ചിട്ടുള്ള തീയതികളിലും അതോടൊപ്പം തന്നെ വ്യക്തികളിലും ആ വിശുദ്ധിയുടെ പരിമളം പരത്തിക്കൊണ്ട് അത് നമ്മിലേക്ക് കടന്നു വരാറുണ്ട്. എന്നാൽ സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഒത്തിരിയേറെ, ഒരുപക്ഷെ കോടാനുകോടി വിശുദ്ധാത്മാക്കൾ സ്വർഗത്തിലും ഭൂമിയിലുമുണ്ട് എന്നുള്ള പഠനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത്തരമൊരു തിരുനാൾ ആഘോഷത്തെക്കുറിച്ച് തിരുസഭ ചിന്തിച്ചു തുടങ്ങിയത്. ആദ്യ നൂറ്റാണ്ടുകളിൽ വിശുദ്ധരെന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളവർ, ഒരുപക്ഷെ വിളിക്കപ്പെട്ടിട്ടുള്ളവരെല്ലാം രക്തസാക്ഷികളായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച എല്ലാ പുണ്യാത്മാക്കളെയും വിശുദ്ധരെന്ന് വിളിക്കുന്ന പതിവ് ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. അതിനുശേഷം വന്ന മാർപ്പാപ്പന്മാരുടെ പഠനങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും വെളിച്ചത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തിരുനാൾ ആഘോഷത്തെക്കുറിച്ച് സഭ ചിന്തിച്ചു തുടങ്ങിയത്. സഭയുടെ പഠനമനുസരിച്ച് ചരിത്രം പരിശോധിക്കുമ്പോൾ 8-ാം നൂറ്റാണ്ട് മുതലാണ് സകല വിശുദ്ധരുടെയും തിരുനാൾ സഭയിൽ ആഘോഷമായി നടത്താൻ തീരുമാനിക്കപ്പെടുന്നത്. അത് ഗ്രിഗറി 3-ാമൻ്റെ കാലത്താണ്. അന്നു മുതൽ ഇങ്ങോട്ട് വിശുദ്ധരെക്കുറിച്ചുള്ള ചിന്തകൾ പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുകയും അറിയപ്പെടാതെ പോകുന്ന വിശുദ്ധാത്മാക്കളെ കൂടെ നമ്മുടെ പ്രാർത്ഥനയുടെ, നമ്മുടെ മാധ്യസ്ഥത്തിന് സഹായമാകുന്ന രീതിയിൽ കൊണ്ടുവരികയും ചെയ്യുന്ന പതിവ് ആരംഭിക്കുകയുണ്ടായി. അങ്ങനെ നമ്മുടെ എല്ലാം ലക്ഷ്യവും നമ്മുടെ എല്ലാവരുടെയും ജീവിത കർത്തവ്യവും ഈ ലോകത്തായിരിക്കുമ്പോൾ തന്നെ വിശുദ്ധിയിലൂടെ നടക്കുക, വിശുദ്ധി പ്രാപിക്കുക എന്നുള്ളതാണെന്ന് ഈ തിരുനാൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം നമുക്കൊത്തിരിയേറെ പരിചിതമായ ഒരു സുവിശേഷമാണ്.
ഈശോ രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ ഭൂമിയുടെ ഉപ്പാണെന്നും ലോകത്തിൻ്റെ പ്രകാശമാണെന്നും ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോ ഒത്തിരിയേറെ ഉപമകൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അതിനകത്ത് വ്യക്തികളെക്കുറിച്ചുള്ള ഒരു ഉപമ പോലെ നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു ഉപമയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാണ് എന്നുള്ളത്. പ്രത്യക്ഷത്തിൽ ഇവ രണ്ടും തമ്മിൽ വലിയ ചേർച്ചയൊന്നുമില്ല. മറ്റു സുവിശേഷ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഉപമകൾ കാണുമ്പോൾ അതിനകത്ത് വിത്തിൻ്റെയും അല്ലെങ്കിൽ നിലത്തിൻ്റെയും ഒക്കെ ആ ചേർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. വയലും നിധിയും തമ്മിലുള്ള ബന്ധം നമുക്ക് കാണാനായിട്ട് കഴിയും. കളയും വിളയും തമ്മിലുള്ള ബന്ധം ഉപമകളിൽ നമുക്ക് കാണാൻ കഴിയും. ധൂർത്തപുത്രനും സ്നേഹപിതാവായ പിതാവും തമ്മിലുള്ള ബന്ധം ഉപമയിൽ കാണാൻ കഴിയും. വീണ്ടും സമരിയാക്കാരൻ്റെ ഉപമയിലേക്ക് നമ്മൾ പോകുമ്പോൾ മുറിവേറ്റ് കിടക്കുന്നവനും മുറിവുണക്കുന്നവനുമായിട്ടുള്ള ആ ഉപമ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ ചേർച്ചയുള്ള കുറേയേറെ കാര്യങ്ങളെ ചേർത്ത് വെച്ച് ഉപമകൾ അവതരിപ്പിക്കുന്ന ഈശോയുടെ ശൈലിക്ക് വിപരീതമായ ഒരു ഉപമയായിട്ട് വേണം നമ്മളിതിനെ കാണാൻ. പ്രത്യക്ഷത്തിൽ ചേർച്ചയില്ലെങ്കിൽ പോലും ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. ഈ ലോകത്തിൽ ഈ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും വില കുറഞ്ഞ വസ്തുവായിട്ടാണ് ഉപ്പിനെ നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ ചരിത്രാതീത കാലത്ത് അങ്ങനെ ആയിരുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ. പഠനങ്ങളുടെ വെളിച്ചത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പുരാതന കാലങ്ങളിൽ ഏറ്റവും വിലയുള്ള വസ്തുവായിട്ടാണ് ഉപ്പിനെ കണ്ടിരുന്നത്. ഒരുപക്ഷെ ചൈനയിലൊക്കെ സ്വർണത്തോടൊപ്പം തന്നെ വിലയുള്ള ഒരു വസ്തുവായി ഉപ്പിനെ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഉപ്പിനെ ഇംഗ്ലീഷിൽ പറയുന്നത് സാൾട്ട് എന്നാണ്. ആ വാക്ക് വന്നത് തന്നെ ആ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്ന പട്ടാളക്കാർക്ക് ശമ്പളത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഉപ്പ് കൊടുത്തിരുന്നത് കൊണ്ടാണ്. അതിൽ നിന്നാണ് സാലറി എന്ന വാക്ക് പോലും വരുന്നതെന്ന് അത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അങ്ങനെ വിലയുള്ള ഒരു വസ്തുവായിരുന്നു ഉപ്പ്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ അത്ര വിലയില്ലാത്ത ഒരു വസ്തുവാണ്. ഈശോ നമ്മൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറയുമ്പോൾ നമ്മൾ വിലയില്ലാത്തവരാണെന്നാണോ അർത്ഥമാക്കുന്നത്? ഒരിക്കലുമല്ല. ഈ ലോകത്തിലെ ഏറ്റവും വിലയുള്ള മനുഷ്യരാണ് നമ്മൾ എന്നുള്ള ഒരു വലിയ സത്യത്തെ അവതരിപ്പിക്കുകയാണ് ഈശോ ചെയ്യുന്നത്. അതോടൊപ്പം ഈ ലോകത്തിൽ ഉപ്പ് പോലെ അലിഞ്ഞു തീരാനും ഉപ്പ് പോലെ വളമായി മാറാനും ഉപ്പ് പോലെ മറ്റു വസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാനുമുള്ള ഒരു വലിയ നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു നിയോഗം നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. കേടുപറ്റുന്ന കേടായി പോകുന്ന ഈ ലോകത്ത് മറ്റുള്ളവ കേടുകൂടാതിരിക്കാൻ ഞാനും നിങ്ങളും ഉപ്പായി മാറണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു വളമായിട്ട് മാറുന്ന ഉപ്പിൻ്റെ പ്രകൃതം നമ്മിലേക്കൊക്കെ കടന്നു വരേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് വളർച്ചയ്ക്ക് ആക്കം കൂട്ടാൻ, ആ വളർച്ചയോടൊപ്പം നിൽക്കാനുള്ള കഴിവാണ് ക്രിസ്തു നമുക്ക് സമ്മാനിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ലോകത്തിൽ രുചി കൂട്ടുക എന്നുള്ളതും നമ്മുടെ ലക്ഷ്യമായി ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ 3 ലക്ഷ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ വിശുദ്ധാത്മാക്കളും ചെയ്തത് ഈ ഒരു കർമ്മമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. രുചി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. സ്നേഹത്തിൻ്റെ രുചികളൊക്കെയും അന്യം നിന്ന് പോകുമ്പോൾ സ്നേഹം കൊണ്ട് മനുഷ്യരെയും മനുഷ്യരുടെ ഹൃദയങ്ങളെയും കീഴടക്കാൻ ഓരോ വിശുദ്ധാത്മാക്കളും പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമമായിട്ടുള്ള സത്യം. അതോടൊപ്പം ഈ ലോകത്തിന് വളമായിട്ട് അവർ മാറിയില്ലേ? ലോകത്തിലെമ്പാടും ക്രിസ്തുവിൻ്റെ സുവിശേഷം വ്യാപിക്കാൻ, ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാൻ, ലോകമെങ്ങും പോയി നിങ്ങൾ എനിക്ക് സാക്ഷികളാവുകയും സുവിശേഷം പ്രഘോഷിക്കുമെന്ന ഈശോയുടെ വാക്കുകളെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവർ വളമായിട്ട് മാറിയില്ലേ? അങ്ങനെ ഈ ലോകത്തിൽ ഉപ്പായി മാറിയ ഓരോ വിശുദ്ധാത്മാക്കളെയും അനുസ്മരിക്കുന്ന ഒരു പുണ്യദിനമാണ് ഈ സകല വിശുദ്ധരുടെയും തിരുനാളെന്ന് നമുക്ക് ഓർത്തു വയ്ക്കാം. വീണ്ടും സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ പറയുന്ന മറ്റൊരു കാര്യം നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നുള്ളതാണ്. നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഉപമയാണത്. പ്രിയമുള്ളവരെ, വെളിച്ചം നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. വെളിച്ചം നമുക്ക് ഒരു പ്രതീക്ഷയാണ്. ഓരോ പുലരിയും ഒരു പ്രതീക്ഷയാണ് എന്ന് നമുക്കറിയാം. ഇരുളടഞ്ഞു പോകുന്ന ലോകത്ത് ഒരു പ്രകാശത്തിൻ്റെ ഒരു കിരണമുണ്ടാകുമ്പോൾ അത് എത്രയോ വലിയ പ്രതീക്ഷയാണ് നമുക്ക് സമ്മാനിക്കുന്നതെന്ന് നാം ഓരോ ദിവസവും തിരിച്ചറിയുന്നുണ്ട്. നമ്മളെക്കുറിച്ച് പറഞ്ഞ മനോഹരമായിട്ടുള്ള ഉപമയിൽ ഈ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നുള്ളത് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഈ ഉപമയുടെ മറ്റൊരു പ്രത്യേകത, അത് ക്രിസ്തുവിനെ കുറിച്ച് തന്നെ
പറഞ്ഞിട്ടുള്ള ഒരു വാക്യം കൂടിയാണ് എന്നുള്ളതാണ്. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു അന്ധനെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ് ഈശോ പറയുന്നൊരു വാക്യം ഇങ്ങനെയാണ്, ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈശോ പ്രകാശമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന സുവിശേഷ ഭാഗങ്ങളാണ് ഇതെല്ലാം. അതുതന്നെയാണ് ഈശോ നമ്മളോടും പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. വിശുദ്ധ ഗ്രന്ഥം ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ആദ്യ താളുകളിൽ തന്നെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്നത് തന്നെ വെളിച്ചമാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ലോകം മുഴുവനും പ്രപഞ്ചം മുഴുവനും വെളിച്ചം പരക്കുന്നത് നമ്മൾ കാണുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വെളിച്ചത്തെക്കുറിച്ച് കൂടുതൽ മനോഹരമായിട്ടുള്ള ചിന്തകൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അങ്ങനെ വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ് ഞാൻ എന്നുള്ള ഈശോയുടെ വാക്കുകളും നമ്മളവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൻ്റെ പര്യായമായി ക്രിസ്തു മാറുന്നതാണ് സുവിശേഷത്തിലുടനീളം നമ്മൾ കാണുന്നത്. 2 ഉദാഹരണങ്ങൾ കൂടെ അതിനോട് ചേർത്ത് വയ്ക്കാനുണ്ട്. ഈശോ പിറന്ന പാതിരാവിൽ ഒരു നക്ഷത്രം ഉദിച്ചുവെന്നാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നത്. ക്രിസ്മസ് ദിനത്തിൽ നമ്മളത് അനുസ്മരിക്കുന്നുമുണ്ടല്ലോ. നമ്മുടെ വീടുകളിലെല്ലാം നക്ഷത്രങ്ങൾ തൂക്കി ആ ഓർമ്മ നമ്മൾ പുതുക്കാറുണ്ട്. പാതിരാത്രിയിൽ ഒരു വെളിച്ചമായി കർത്താവ് വന്നുവെന്ന് നാം തിരിച്ചറിയുമ്പോൾ വെളിച്ചത്തിൻ്റെ പര്യായമായി കർത്താവ് മാറുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. വീണ്ടും ഈശോ ഒരു നട്ടുച്ച നേരത്ത് മരിക്കുമ്പോൾ കുരിശിൽ കിടന്ന് മരണത്തെ മുന്നിൽ കണ്ട് നിലവിളിക്കുമ്പോൾ ആ മരണം ക്രിസ്തു ഏറ്റുവാങ്ങുമ്പോൾ ഭൂമി മുഴുവനും അന്ധകാരത്തിൽ ആണ്ടുപോയി എന്നും തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? അങ്ങനെ ഭൂമിയുടെ ഉദയാസ്തമയങ്ങളെ മുഴുവനും നിശ്ചയിക്കുകയും നിർണയിക്കുകയും ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണെന്നുള്ള ഓർമ്മപ്പെടുത്തലോടെ വെളിച്ചത്തിൻ്റെ പര്യായമായി ക്രിസ്തു മാറ്റപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനി ആരാണ് എന്നൊരു ചോദ്യം ഇവിടെ ഉയരുകയാണ്. ക്രിസ്തു വെളിച്ചമാണെങ്കിൽ ഓരോ ക്രിസ്ത്യാനിയും ആ ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ കൊണ്ടു നടക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നവരാണ് എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യം ഈ തിരുനാൾ ദിനത്തിൽ നമ്മൾ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയും, ഈ ലോകത്തിൽ ദൈവം കൊളുത്തിവെച്ച വിളക്കാണ് ഓരോ ക്രിസ്ത്യാനിയുമെന്ന് നമ്മൾ മറന്നു പോകരുത്. ദൈവം കൊളുത്തിവെച്ച വിളക്കുകളാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധാത്മാക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിന് വെളിച്ചം പകർന്നവരല്ലേ അവരോരോരുത്തരും. അവർ കടന്നുപോയ വഴികളിലൂടെ അല്ലേ പിന്നീട് വന്ന ഒരു ജനം മുഴുവനും നടന്നു തുടങ്ങിയതെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വെളിച്ചം നിങ്ങളുടെ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. പീഠത്തിന്മേൽ വയ്ക്കപ്പെട്ട വിളക്കാണ് നമ്മൾ ഓരോരുത്തരും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നിറയട്ടെ. ഈ കാലഘട്ടങ്ങളിൽ വെളിച്ചത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ദൗത്യം എന്താണ്? നമ്മൾ ശരിക്കും ലോകത്തിൻ്റെ പ്രകാശമായിട്ട് മാറുന്നുണ്ടോ? ആ ഒരു കാഴ്ചയും കാഴ്ചപ്പാടും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതും ഈ തിരുനാൾ ദിനത്തിൽ നമ്മൾ അനുസ്മരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സഭ ഓരോ ദിവസവും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള വിശുദ്ധാത്മാക്കളെ കുറിച്ച് ഒത്തിരിയേറെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാതെയുള്ള വിശുദ്ധരെ കുറിച്ച് ആരും തന്നെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടാകില്ല. അവർ ഈ ലോകത്ത് പ്രകാശമായിട്ട് മാറിയവരാണ് എന്നതുപോലും ഒരുപക്ഷെ നമ്മൾ ഓർക്കുന്നുണ്ടാവില്ല. ആ നിരയിൽ ആരൊക്കെയാണ് ഉണ്ടാവുക എന്ന് ചിന്തിക്കുമ്പോഴാണ് അവരുടെ പ്രകാശത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിറയുന്നത്. അതൊരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളാകാം, നമ്മുടെ അടുത്ത് പരിചയമുള്ളവരായിരിക്കാം, നമ്മുടെ നാട്ടിൽ തന്നെ ദൈവത്തെ കണ്ട് ജീവിച്ചു പോയവരായിരിക്കാം. അങ്ങനെയുള്ളവരാണ് ഈ ലോകത്തിൻ്റെ വിശുദ്ധാത്മാക്കളെന്ന് നമ്മൾ മറന്നു പോകരുത്. ഈ ഒരു സാഹചര്യത്തിൽ വിശുദ്ധിയിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. വിശുദ്ധി ദൈവം നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു ദാനമാണ് എന്നത് നമുക്ക് ഓർക്കാം. വിശുദ്ധിയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് 2-ാം വത്തിക്കാൻ കൗൺസിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധിയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ ആ വിശുദ്ധിയാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമെന്നുള്ള ബോധത്തോടെ ജീവിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ
വിശുദ്ധിയെ ലക്ഷ്യമാക്കി ജീവിക്കുമ്പോൾ നമ്മുടെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ ആയിത്തീരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ ആയിത്തീരുക എന്നതാണ് ഈ വിശുദ്ധരെ അനുസ്മരിക്കുന്ന ദിനത്തിൽ നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏസാവിനെയും യാക്കോബിനെയും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവർ രണ്ടുപേരും സഹോദരന്മാരാണ്. യാക്കോബ് ഏസാവിനെ പറ്റിച്ച് നാട് വിട്ടു പോകുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. എല്ലാം നേടി എല്ലാം സമ്പാദിച്ചതിന് ശേഷം തിരികെ ജ്യേഷ്ഠനെ കാണാൻ എത്തുമ്പോൾ അല്പം പേടിയോടെയും ഭയത്തോടു കൂടിയാണ് യാക്കോബ് തിരിച്ചെത്തുന്നത്. തൻ്റെ സഹോദരൻ തന്നോട് ക്ഷമിക്കുമോ എന്നൊക്കെയുള്ള ആകുലതകൾ ഈ യാക്കോബിൻ്റെ മനസ്സിൽ നിറയുമ്പോൾ ജ്യേഷ്ഠനെ നേരിടാനുള്ള എല്ലാ കുതന്ത്രങ്ങളും യാക്കോബ് ഒപ്പിച്ചു വെക്കുന്നത് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ഏസാവ് യാക്കോബിനടുത്തേക്ക് ഓടിയെത്തുകയാണ്. പരസ്പരം കെട്ടിപ്പിടിച്ച് അവരങ്ങനെ നിൽക്കുമ്പോൾ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, യാക്കോബ് ഏസാവിനെ നോക്കി പറയുന്നു, ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന വണ്ണം ഞാൻ അങ്ങയെ കാണുന്നുവെന്ന്. ക്ഷമിച്ചു നിൽക്കുന്ന ഏസാവിൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെയാണെന്ന് യാക്കോബ് പറയുമ്പോൾ അത് വിശുദ്ധിയുടെ ഒരു പ്രഭയായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, ക്ഷമിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, മനസ്സറിഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധാത്മാക്കളുടെ ജീവിതം പോലെ ദൈവത്തിൻ്റെ മുഖം പോലെ ആയിത്തീരുന്നുവെന്ന് ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു. വെളിച്ചത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. ഈ വെളിച്ചത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വെളിച്ചത്തെ സ്വന്തമാക്കാൻ, ഈ വെളിച്ചം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അത് മറ്റൊർക്ക് സമ്മാനിക്കാൻ നമ്മൾ വിളിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണം. പ്രിയമുള്ളവരെ, നമ്മളിലെ വെളിച്ചം അണഞ്ഞു പോകാതെ അത് മറ്റുള്ളവർ കൈമാറി കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിത ദൗത്യം നമ്മൾ പൂർത്തിയാക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഈശോയെ ഒരു രാത്രിയിൽ തേടിയെത്തുന്ന നിക്കോദെമോസിനെ നമ്മൾ കാണുന്നുണ്ട്. അവൻ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ എത്തുകയും ഈശോ അവനോട് പിന്നീട് പറയുന്നത് മുഴുവനും വെളിച്ചത്തെക്കുറിച്ചുമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വെളിച്ചത്തെക്കുറിച്ച് അവൻ കേട്ടുകഴിയുമ്പോൾ അവൻ്റെ ജീവിതം മുഴുവനും പ്രകാശമുള്ളതായി തീരുന്നുവെന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. പിന്നീട് ഈശോയുടെ അനുയായിയായി അവൻ മാറുന്ന കാഴ്ച നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈശോയുടെ മൃതസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് നിക്കോദെമോസും അരിമത്യക്കാരൻ ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നുള്ളത് തിരുവചനം അടിവരയിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ഒരു വേള വെളിച്ചത്തിലേക്ക് വന്ന നിക്കോദെമോസ് പിന്നീട് ജീവിതകാലം മുഴുവനും ആ വെളിച്ചത്തിൻ്റെ മകനായിട്ട് മാറിയെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതുപോലെ ഒരു വെളിച്ചത്തിൻ്റെ ജീവിതം നയിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതം ആരംഭിക്കുന്നത് വെളിച്ചത്തിൽ നിന്നാണ്. നമ്മുടെ മാമോദീസ വേളയിൽ ഒരു കത്തിച്ച തിരി നമ്മുടെ കുഞ്ഞു വിരലിൽ തൊടുവിച്ച് വൈദികൻ കാർമ്മികൻ പറയുന്നു, ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. അന്നു മുതൽ വെളിച്ചത്തിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. വെളിച്ചം പേറി യഥാർത്ഥമായ വെളിച്ചത്തിലേക്കുള്ള യാത്ര നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ വെളിച്ചം കെട്ടുപോകാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ വെളിച്ചം അണഞ്ഞു പോവുകയോ കരിന്തിരി കത്തുകയോ തുടങ്ങുമ്പോൾ ഉറപ്പായിട്ടും തിരിച്ചറിയണം, വിശുദ്ധിയും വിശുദ്ധമായ ജീവിതവും നമുക്ക് കുറേശ്ശെ കൈമോശം വന്നു പോകുന്നുവെന്ന്. അങ്ങനെയല്ല, ദൈവത്തെ കൂട്ടുപിടിച്ച് വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കണം. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമാണെന്ന് ഈശോ നമ്മോട് പറയുമ്പോൾ ഇത് രണ്ടും വിശുദ്ധിയുടെ ലക്ഷണങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഓരോ വിശുദ്ധാത്മാക്കളും ഈ ലോകത്തിൻ്റെ പ്രകാശമായിട്ട് മാറിയവരാണ്. ഈ ഭൂമിയുടെ ഉപ്പായി അലിഞ്ഞു തീർന്നവരാണ്, രുചി കൂട്ടിയവരാണ്, വളമായിട്ട് മാറിയവരാണ്. എന്താണ് പ്രിയമുള്ള ഒരു വിശുദ്ധി? അത് ദൈവത്തിൻ്റെ മിഴികളിൽ നോക്കാനുള്ള മനുഷ്യൻ്റെ കഴിവിൻ്റെ പേരാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആദ്യ മാതാപിതാക്കളെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? ദൈവത്തോടൊപ്പം വൈകുന്നേരങ്ങളിൽ ഉലാത്താൻ പോകുമായിരുന്ന ആദ്യ മാതാപിതാക്കൾ. എന്നാൽ ഒരു വേള പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാനുള്ള ധൈര്യം നഷ്ടപ്പെട്ട് മരത്തിൻ്റെ പിറകിൽ ഒളിച്ചു നിൽക്കുന്ന ആദ്യ മാതാപിതാക്കളെ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കണ്ണുകളിൽ നോക്കാനുള്ള കൃപയുടെ പേരാണ്. പാപമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ്. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാനുള്ള ജീവിതമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥമായ വിശുദ്ധമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഈ സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനത്തിൽ നമ്മുടെ ജീവിതയാത്രകളെ നമുക്കൊന്ന് ഓർമ്മിച്ചെടുക്കാം. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, അവൻ്റെ സ്വത്തും
സമ്പാദ്യങ്ങളുമെല്ലാം നശിപ്പിച്ച് കഴിയുമ്പോൾ പിതാവിലേക്ക് തിരികെ വരുന്ന മകനെ നമ്മൾ കാണുകയാണ്. അവനെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്ത് അവനെ സ്വന്തമാക്കുന്ന പിതാവിനെ നമ്മൾ കാണുന്നിടത്ത് ഈ അപ്പൻ പറയുന്ന വാക്കുകളുണ്ടല്ലോ. മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കുക, അവൻ്റെ കാലിൽ ചെരിപ്പണിയിക്കുക, കൈവിരലുകളിൽ മോതിരമിടിവിക്കുക, വയറ് നിറച്ച് ഭക്ഷണത്തിന് കാളക്കുട്ടിയെ കൊല്ലുക. അങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് അവൻ കരുതിയതിനെ മുഴുവനും തിരികെ കൊടുത്തുകൊണ്ടാണ് അവനെ പിതാവ് സ്നേഹിക്കുന്നത്. നമുക്ക് പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോയ പലതിനെയും തിരികെ നൽകുകയാണ് ഈ വിശുദ്ധിയുടെ പരിവേഷമെന്ന് നാം തിരിച്ചറിയണം. അതിനു വേണ്ടത് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ വരിക എന്നതാണ്. ഇന്നലകളിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളും കുറവുകളുമൊക്കെ ആ പിതാവിൻ്റെ പക്കൽ ഏറ്റുപറയുക എന്നുള്ളതാണ്. നല്ലൊരു കുമ്പസാരത്തിലൂടെ, പാപസങ്കീർത്തനത്തിലൂടെ ആ വിശുദ്ധിയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നതിന് മുഴുവനും അവൻ എനിക്ക് തിരികെ തന്നുകൊണ്ട് അവൻ എന്നെ വീണ്ടും വിശുദ്ധിയുടെ വഴികളിലൂടെ നടത്തും എന്ന് ഈ സുവിശേഷവും ഈ ധൂർത്തപുത്രരുടെ ഉപമയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനത്തിൽ ലോകത്തിൻ്റെ പ്രകാശമായി, ഭൂമിയുടെ ഉപ്പായി നമുക്ക് മാറാം. അതോടൊപ്പം ധൂർത്തപുത്രനെ പോലെ തിരികെ വരുന്ന മകനായി നമുക്ക് മാറാം. നമുക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും തിരികെ നൽകുന്ന പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചുള്ള ഒരു ഓർമ്മയിൽ നിന്നുകൊണ്ട് ഒന്ന് മുട്ടുകുത്താൻ നമുക്ക് ആഗ്രഹിക്കാം. അനുദപിക്കുന്നൊരു ഹൃദയത്തോടെ ദൈവത്തെ തേടുമ്പോൾ വിശുദ്ധിയിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന പൗലോസ്ലീഹയുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ, നമ്മുടെ കാതുകളിൽ മുഴങ്ങി നിൽക്കട്ടെ. എന്നാശ്രയം നീ, എന്നാലംബം നീ, എന്നഭയവും നീയല്ലോ. എന്നാനന്ദം നീ, എന്നാശ്വാസം നീ, എന്നാത്മദാഹം നീയല്ലോ. ഈശോയേ രക്ഷകാ, നീ എൻ സർവ്വസ്വവും നാഥാ. ഈശോയേ രക്ഷകാ, നീ എൻ സർവ്വസ്വവും നാഥാ. രക്ഷകാ, നീ എൻ സർവ്വസ്വവും നാഥാ. യേശുവേ രക്ഷകാ, നീ എൻ സർവ്വസ്വവും നാഥാ. ആരാധന
നമുക്കൊന്ന് ചേർന്ന് ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ കൂടെ, നമ്മുടെ മധ്യയുള്ള നമ്മുടെ ഈശോ, നമ്മുടെ രാജാവും രക്ഷകനും നാഥനുമായി നമ്മൾ ഏറ്റുപറയുന്ന നമ്മുടെ കർത്താവ് തിരുവോസ്തിരൂപനായി നമ്മളോടൊപ്പമായിരിക്കുന്നു. ഹൃദയം തുറന്ന് നമുക്കവിടുത്തെ ആരാധിക്കാം. കണ്ണുകൾ തുറന്ന് നമുക്കവനെ കാണാം. കാതുകൾ വട്ടം പിടിച്ച് അവൻ പറയുന്നത് നമുക്ക് കേൾക്കാം. കൈ നീട്ടിയാൽ തൊടാൻ പാകത്തിന് അവൻ നമ്മുടെ അരികിലുണ്ട് എന്ന വലിയ ബോധ്യത്തിലേക്ക് വിശ്വാസത്തോടെ നമുക്ക് കടന്നു വരാം. കാലിത്തൊഴുത്തിൽ പിറവിയെടുത്ത് കഫർനാമിലൂടെ യാത്ര ചെയ്ത് കാൽവരിയുടെ നെറുകയിൽ യാഗമായി മാറിയ നമ്മുടെ കർത്താവ് ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ അവൻ നമുക്ക് വേണ്ടി അപ്പമായി മാറിയല്ലോ. അവൻ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചല്ലോ. ആ വലിയ ത്യാഗത്തെ, ആ വലിയ യാഗത്തെ മനസ്സിലോർത്തുകൊണ്ട് നമുക്ക് വേണ്ടി അപ്പമായി മാറിയവനെ ഇമവെട്ടാതെ നമുക്ക് കൺകുളിർക്കെ കാണാം. ഹൃദയത്തിൽ അവിടുത്തെ ആരാധനയുടെ ഈരടികൾ മുഴങ്ങട്ടെ. എൻ്റെ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ നിനക്ക് നന്ദി പറയുന്നുവെന്ന് നമുക്കൊരുവിട്ടുകൊണ്ടേയിരിക്കാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് ഈ വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ കാതുകൾക്ക് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ശബ്ദമാണ് അവിടുത്തെ തിരുവചനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് സ്പർശിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും മനോഹരമായത് എൻ്റെ കർത്താവിനെയാണ് എന്ന് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു, തിരിച്ചറിയുന്നു. ഈ ചിന്തകളോടെ ഈ ആരാധനയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കൂടെയുള്ള കർത്താവിനെ നമുക്കൊന്ന് ചേർന്ന് ആരാധിക്കാം. എൻ്റെ ജീവനേക്കാൾ വിലയുള്ളതായി ഞാൻ കാണുന്നത് എൻ്റെ കർത്താവിനെയാണ് എന്ന് ഈ അവസരത്തിൽ നമുക്ക് പാടി നമ്മുടെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമുക്ക് കടന്നു പോകാം. ഓരോ വിശുദ്ധാത്മാക്കളെയും കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ നിറയുമ്പോൾ, ഈ ലോകത്തിലായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെയും അവരേറ്റവും വിലയുള്ളതായി കണ്ടത് ക്രിസ്തുവിനെയായിരുന്നു. ആ വിലയുള്ളതിനെ സ്വന്തമാക്കാൻ അവരുടെ വിലയുള്ള ജീവിതത്തെ കൊടുത്തതുകൊണ്ടാണ്, നൽകിയതുകൊണ്ടാണ് അവരോരോരുത്തരും വിശുദ്ധാത്മാക്കളായിട്ട് മാറിയത്. എൻ ജീവനേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, വിലയുള്ളതായി ഞാൻ കാണുന്നു. ഓ എൻ്റെ കർത്താവേ, അങ്ങേക്ക് ആരാധന. നമുക്കൊന്ന് ചേർന്ന് പാടി അവിടുത്തെ ആരാധിക്കാം. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. ആരാധന, 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 ആരാധന. ഈശോയിലേക്ക് നോക്കി നമുക്കൊന്ന് ചേർന്ന് പാടി ആരാധിക്കാം. ആരാധന, ആരാധന,
ഈ സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനത്തിൽ വിശുദ്ധി തന്നെയായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. ചേർന്ന് പാടാം. ആരാധന 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 ആരാധന. തിബേരിയാസ് കടൽ തീരത്ത് ഒരു പ്രഭാതത്തിൽ ഈശോ വന്ന് നിൽക്കുന്ന രംഗമുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ. ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒരു കുഞ്ഞു മീൻ പോലും കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് ഈശോ എത്തിച്ചേരുകയാണ്. അവരുടെ ചങ്കുലയ്ക്കുന്നൊരു ചോദ്യം ഈശോ ചോദിക്കുന്നു: കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ലെന്ന് അവർ പറയുമ്പോൾ ഈശോയുടെ മൊഴി അവരുടെ കാതുകളിൽ എത്തുകയാണ്: വലതുവശത്തേക്ക് വലയിടുക. ഒരു രാത്രി മുഴുവനും അവർ വല മാറി മാറി എറിഞ്ഞിട്ടും ഒരു കുഞ്ഞു മീൻ പോലും കുരുങ്ങിയില്ല എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ അടുത്ത ഉദ്യമത്തിൽ അവരുടെ വല നിറച്ച് മീൻ കിട്ടിയെന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരത്ഭുതം കണക്കെ അതിനെ സ്വീകരിക്കുമ്പോൾ പത്രോസ് തിരിച്ചറിയുന്നു അത് കർത്താവാണ്. കൂടെ നിന്ന യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുന്നു അത് കർത്താവാണ്. അത് കർത്താവാണെന്നറിയുമ്പോൾ പത്രോസ് വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നതാണ് സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ കുളിച്ചീറനണിഞ്ഞു നിൽക്കുന്ന പത്രോസിനെ അരികിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് ഈശോയുടെ ഒരു ചോദ്യം: നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ളതാണ്. ഒരേ ചോദ്യം 3 ആവർത്തി ചോദിച്ച് സ്നേഹത്തിൻ്റെ പ്രകടനം അവനെ കൊണ്ട് ഏറ്റുചൊല്ലിക്കുന്ന കർത്താവിനെ യോഹന്നാൻ്റെ സുവിശേഷം നമുക്ക് വ്യക്തമാക്കി തരികയാണ്. 3 ആവർത്തി തള്ളിപ്പറഞ്ഞവനെ കൊണ്ട് 3 ആവർത്തി സ്നേഹത്തിൻ്റെ പ്രകടനം ഏറ്റുചൊല്ലിച്ച് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഈശോ. ഇന്നലകളിൽ സംഭവിച്ചതും ഇന്നലകളിൽ കഴിഞ്ഞു പോയതുമൊക്കെ മറന്ന് പുതിയ സ്നേഹം കൊണ്ട് അവനെ നിറയ്ക്കുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇന്നലകളെ അവൻ മറക്കുന്നുവെന്നുള്ളതാണ്. ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ പത്രോസിനെ ചേർത്ത് പിടിച്ചതുപോലെ ഈശോ നമ്മളെയും ചേർത്ത് പിടിക്കുന്നൊരു നിമിഷമാകട്ടെ. പത്രോസിനെ പോലെ തള്ളിപ്പറഞ്ഞ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. ഓടി ഒളിച്ചതിൻ്റെയും ഒഴിവാക്കിപ്പോയതിൻ്റെയും ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാകും. അവസരങ്ങളും സൗകര്യങ്ങളും കിട്ടിയിട്ട് കർത്താവിനെ മറന്നുപോയ ദിവസങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിയുന്നുണ്ടാകും. അതെല്ലാം മായ്ച്ചു കളഞ്ഞ് ആ കടൽ തീരത്ത് ഈശോ വന്ന് നിന്നതുപോലെ എൻ്റെ ഹൃദയത്തിൻ്റെ ഓളപ്പരപ്പിൽ തെളിയുന്നതിനെ മുഴുവനും മായ്ച്ചു കളഞ്ഞ് അവനെന്നെ ചേർത്ത് പിടിക്കുന്നു. നന്ദിയോടെ ആരാധനയോടെ തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യത്തിന് ഉപകർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് അവൻ ഏറ്റുപറയുന്നുണ്ട്. ഈ നിമിഷം നമ്മളിവിടെ ആയിരിക്കുമ്പോൾ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയെ
എന്ന് നമുക്കും പാടിപ്പറയാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. ഈശോയിലേക്ക് നമുക്ക് നോക്കാം. നമ്മളെല്ലാം വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. വിശുദ്ധി എന്നത് ദൈവത്തിൻ്റെ മിഴികളിൽ നോക്കാനുള്ള ധൈര്യമാണ്, ആർജവമാണ്. ആ വിശുദ്ധിയിലേക്ക് നമ്മൾ വിളിക്കപ്പെടുമ്പോൾ ഇമ വെട്ടാതെ കർത്താവിനെ നോക്കി നിൽക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയുടെ പാതയിലൂടെ ചരിക്കുന്നു എന്നുള്ളതാണ്. ആദിമാതാപിതാക്കൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് ഓടി അകലുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം അവരെ തേടിയെത്തുകയാണ്. നഷ്ടപ്പെട്ടു പോയത് മുഴുവനും തിരികെ നൽകുന്ന സ്നേഹമായി കർത്താവ് മാറുകയാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയിലും നമ്മൾ അതുതന്നെയാണല്ലോ കാണുന്നത്. എൻ്റെ ദൈവത്തെ ഞാൻ മറന്നുപോയിട്ടുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ ഓടിയൊളിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സ്നേഹത്തെ മറന്ന് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടോ? ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമാകേണ്ട ഞാൻ അതിൽ നിന്ന്, ആ ലക്ഷ്യങ്ങളിൽ നിന്ന് മറന്ന് മാറി ജീവിച്ചിട്ടുണ്ടോ? ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട നമ്മൾ വിശുദ്ധിയുടെ മാർഗത്തെ കൈവെടിഞ്ഞ് അശുദ്ധിയിലേക്കും അരുതായ്മകളിലേക്കും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിഴയാളി എന്ന് പറയാനുള്ള നല്ല ഒരു അവസരമാണ്. സകല വിശുദ്ധരുടെയും തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധിക്ക് ചേരാത്തത് എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ അതിനെ നീക്കിക്കളയാൻ ഈ അവസരം പ്രയോജനപ്പെടട്ടെ. കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് തിരികെ വരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയ്ക്കായി ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. സകല വിശുദ്ധരുടെയും ഈ തിരുനാൾ ദിനത്തിൽ വിശുദ്ധീകരിക്കുന്ന സ്നേഹമായി കർത്താവേ, നീ ഞങ്ങളുടെ അരികിലേക്ക് എത്തണമേ എന്ന് നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഈശോയുടെ സാന്നിധ്യം എത്രയോ പേർക്കാണ് അനുഗ്രഹത്തിൻ്റെ വസന്തം തീർത്തത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമരിയാക്കാരി സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ടല്ലോ. നട്ടുച്ച നേരത്ത് വെള്ളം കോരൻ വന്ന ആ പാവപ്പെട്ട പെണ്ണ് ഈശോയോട് സംസാരിച്ച് ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ചോദ്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവൾ തിരിച്ചറിയുന്നു, അവൾ കാത്തിരുന്ന, അവൾ പ്രതീക്ഷിക്കുന്ന
ലോകം മുഴുവനും പ്രതീക്ഷിക്കുന്ന രക്ഷകൻ ഇവനാണെന്ന്. വചനത്തിൽ നമ്മൾ വായിക്കുന്നു, കുടം അവിടെ വെച്ചിട്ട് അവൾ തൻ്റെ ഗ്രാമത്തിലേക്ക് പോയി എന്ന്. പ്രിയമുള്ളവരെ, ഈശോയെ കണ്ടുമുട്ടുമ്പോൾ, ഈശോയോട് സംസാരിക്കുമ്പോൾ, ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ സ്വന്തമെന്ന് കരുതിയത്, നമ്മൾ ഇത്രയും കാലം കൂടെ കൊണ്ടു നടന്നത് നമുക്കാവശ്യമില്ലാത്ത ഒന്നായിത്തീരുന്നു. അത് നമ്മുടെ പാപക്കെട്ടുകളാകാം, തെറ്റായ ബന്ധങ്ങളാകാം, തിന്മയുടെ സ്വാധീനങ്ങളാകാം, തഴക്കദോഷങ്ങളാകാം, തിന്മയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളാകാം. അവയെല്ലാം ഉപേക്ഷിക്കുവാൻ കർത്താവ് കൃപ നൽകുകയാണ്. ആ കൃപയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഈ നിമിഷം ഈശോയുടെ സന്നിധിയിൽ ആ വിശുദ്ധിയാ നിറയണമേ എന്ന് നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിക്കണമേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധാത്മാക്കളെ കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ നിറയുന്ന ഈ നിമിഷം വിശുദ്ധ കുർബാനയുടെ മുൻപിൽ, തിരുവോസ്തിരൂപനായ ഈശോയുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ആ സകല വിശുദ്ധരും നമ്മുടെ മനസ്സിൽ തെളിയട്ടെ. ഈ ലോകത്ത് ജീവിച്ച് മരിച്ച് ദൈവത്തോട് ചേർന്നവർ, ഈ ഭൂമിയുടെ മണമുള്ള മനുഷ്യരായിരുന്നു അവരൊക്കെ. ആ ഗണത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെടുന്നത്. സകല വിശുദ്ധരുടെയും ഈ തിരുനാൾ ദിനത്തിൽ നമുക്കൊന്ന് ചേർന്ന് പാടാൻ ഒരു ലുത്തിനിയുണ്ട്, സകല വിശുദ്ധരുടെയും ലുത്തിനിയ. ഒത്തിരിയേറെ വിശുദ്ധാത്മാക്കളുടെ പേരുകൾ അവിടെ പറഞ്ഞു പോകുമ്പോൾ ആ വിശുദ്ധാത്മാക്കളുടെ ഗണത്തിലേക്ക് നമ്മളെയും ചേർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കതൊന്ന് ചേർന്ന് പാടാം. പരിശുദ്ധ കന്യാമറിയമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ മീഖായേലേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ മീഖായേലേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഗബ്രിയേലേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ റപ്പായേലേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ യൗസേപിതാവേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ പത്രോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ പൗലോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ തോമായേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ മത്തായേ,
വിശുദ്ധനായ മർക്കൂസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ലൂക്കോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ യോഹന്നാനേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ബർത്തലോമിയ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ മത്തിയാസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ തദേവൂസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ അന്ത്രയോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ യാക്കോബേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ പീലിപ്പോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ എസ്തഫാനോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ സെബസ്ത്യാനോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ അഗസ്തീനോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ബെർനാഡേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ലോറൻസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ആൽബർട്ടേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ജെറോമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഡോൺ ബോസ്കോ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഡൊമനിക് സാവ്യോ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഫ്രാൻസിസ് അസീസി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഫ്രാൻസിസ് സേവ്യർ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഗീവർഗീസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ അന്തോനീസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ മാറിയായേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ആദായി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ അപ്രേമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ബെനഡിക്റ്റേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഗ്രിഗറിയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ അംബ്രോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ അൽഫോൻസ് ലിഗോരി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഗാർവീസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ പോർത്തുസീസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഡാമിയൻ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ മാക്സ്മില്യൻ കോൾബേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ഫിലിപ്പീനേരി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ മാർട്ടിൻ ഡി പോറസ്, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
വിശുദ്ധനായ ജോൺ പോൾ പാപ്പ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ചാവറയച്ച, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ദൈവസഹായം, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ എലിയായേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ അന്നായേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ വെറോനിക്ക, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ മറിയം മഗ്ദലന, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ക്ലാരായേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ തെക്ലായേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ മാർഗ്രറ്റേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ കത്രീനായേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ അമ്മ ത്രേസ്യ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ആഗ്നസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ റോസായേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ കൊച്ചു ത്രേസ്യ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ഫൗസ്തീനായേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ സിസ്ലിയായേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ മരിയ ഗോരേത്തി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ക്രിസ്റ്റീനായേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ മോണിക്ക, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ റീത്തായേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ഫിലോമീന, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ജിയനായേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ അന്തോണീറ്റ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ മറിയം ത്രേസ്യ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ അൽഫോൻസാമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ മദർ തെരേസ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ യൗപ്യാസമ്മേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സകല വിശുദ്ധന്മാരേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സകല വിശുദ്ധന്മാരേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. വിശുദ്ധി തന്നെയായ ദൈവത്തെ കൺകുളിർക്കെ കാണുന്ന ഈ മനോഹരമായ നിമിഷത്തിൽ ആ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവേ, നീ ഞങ്ങളെ തൊടണമേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്
ഉള്ളൊരുക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഇതായി മാറട്ടെ. എന്നെ അനുഗ്രഹിക്കാതെ എൻ്റെ കർത്താവേ ഞാൻ നിന്നെ വിടുകയില്ല. ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നു, നമ്മളെ ആശീർവദിക്കുന്നു. അത് നമുക്ക് സ്വീകരിക്കാം, നമുക്ക് ഏറ്റുവാങ്ങാം. സകല വിശുദ്ധരുടെയും ഈ തിരുനാൾ ദിനത്തിൽ വിശുദ്ധിയിലേക്ക് നമ്മൾ നയിക്കപ്പെടട്ടെ. വിശുദ്ധിയുടെ വഴികളിലൂടെ യാത്ര ചെയ്യാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ ബോധമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,